ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, വരുൺ മാത്രം പറയുന്നത് വിശ്വസിച്ച അവസാനം നമുക്ക് അബദ്ധം പറ്റുമോ? ഈ കാര്യത്തിൽ കൽപ്പനയ്ക്ക് എന്താ ഇത്ര നിർബന്ധം? ഇതുവരെ വരുൺ കുറ്റവാളിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നല്ലോ നിങ്ങളെല്ലാവരും. ആ എന്നാ പിന്നെ ഇതിന്റെ സത്യം ഒന്നറിയണല്ലോ. നമുക്കേ എല്ലാവർക്കും കൂടി വണ്ടിയെടുത്ത് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. നീ എവിടെയെന്നൊന്ന് വിളിച്ചു ചോദിച്ചേ. അത് തമിഴ്നാട്ടിൽ ഏതോ ഒരു ഉൾഗ്രാമത്തിലാ. അങ്ങനെ പറയാതെ പോയ ഒരാളെ ഇവിടുന്ന് ആരും അന്വേഷിച്ചു പോവും വേണ്ട. ഈ പറഞ്ഞ കാര്യം എനിക്ക് അത്ര വിശ്വാസം വരുന്നില്ല. നിനക്കോ കൽപ്പന? അല്ല, പ്രിയങ്കയ്ക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ആരോടും പറയാതെ പോകുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സ്വന്തം കല്യാണ ദിവസം കതിര് മണ്ഡപത്തിൽ കയറുന്നതിന് പകരം ആരോടും പറയാതെ സിനിമയ്ക്ക് പോയ പെണ്ണ. അവളെ കുറിച്ച് നിങ്ങൾ ഇനി ന്യായീകരിച്ച് പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമല്ല അച്ഛാ. ഞാൻ പ്രിയങ്ക ഒന്ന് വിളിച്ചു നോക്കട്ടെ. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫോൺ സ്വിച്ച് ഓഫാ. പാതിരാത്രി തൊട്ടേ ഇവിടുന്ന് ഇറങ്ങി പോവാൻ മടിയില്ലാത്തവൾക്ക് ഒരു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനാണോ പ്രയാസം? ഇത്രയും നേരം ഞാൻ അവളെ ന്യായീകരിച്ച് സംസാരിച്ചതാ. പക്ഷേ ഈ പറയുന്നത് സത്യമാണെങ്കിൽ നമ്മൾ ആരും അറിയാതെ അവൾ സിനിമയിൽ അഭിനയിക്കാൻ പോയിരിക്കുകയാണെങ്കിൽ പിന്നിങ്ങോട്ട് തിരിച്ചു വരുന്ന കാര്യം ആലോചിച്ചിട്ട് മതി. ഏട്ടത്തി എന്തായി പറയുന്നേ? പിള്ളേരല്ലേ, അവർക്ക് അവരുടേതായ ആഗ്രഹം കാണില്ലേ? ഇങ്ങനൊരു കാര്യം നിന്റെ മകൻ ചെയ്താൽ നീ സഹിക്കോ? ഇതൊരു പെൺകുട്ടിയാണ്. അങ്ങനെ ഒരാൾ മണ്ടിയാക്കുമ്പോ കണ്ടു നിൽക്കാൻ നമ്മുടെ കുടുംബവും. എന്നാണെന്ന് വെച്ചാൽ തിരിച്ചു വരട്ടെ. എന്തായാലും ദേവനാരായണൻ തിരുമേനിയും യശോദയും വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് വ്യക്തമാക്കിയിട്ടല്ലാതെ ഇനി അവളെ ഈ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമേ ഇല്ല. ഹോ, അപ്പോ അന്തസ്സുള്ള തീരുമാനങ്ങൾ എടുത്തു. ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടായ എല്ലാവർക്കും കൊള്ളാം. വരുൺ, നീ ആ പ്രൊഡക്ഷൻ കൺട്രോളർ കാണുമ്പോഴേ ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു നോക്ക്. തിരിച്ചു വിളിക്കാനൊന്നുമില്ല, അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞല്ലോ, കിട്ടേണ്ട മറുപടിയും കിട്ടിയല്ലോ. വരണേ, നീ ഇങ്ങ വന്നേ. അച്ഛാ, വരുൺ മാത്രം പറയുന്നത് വിശ്വസിച്ച അവസാനം നമുക്ക് അബദ്ധം പറ്റുമോ? ഈ കാര്യത്തിൽ കൽപ്പനയ്ക്ക് എന്താ ഇത്ര നിർബന്ധം? ഇതുവരെ വരുൺ കുറ്റവാളിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നല്ലോ നിങ്ങളെല്ലാവരും. വരുൺ കുറ്റവാളിയായിട്ട് എനിക്കെന്ത് കാര്യം? കുടുംബത്ത് വേറൊരു പ്രശ്നം വരണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പോയവരൊക്കെ പോട്ടെ അച്ഛാ, ബാക്കിയുള്ളവർക്ക് കൂടെ ജീവിക്കണ്ടേ? കഴിഞ്ഞ ദിവസം പോലും കാല് പിടിച്ച് കണിമംഗലത്ത് നിന്ന് ഇറക്കിവിടരുതെന്ന് കരഞ്ഞു പറഞ്ഞ പെണ്ണ. നമ്മൾ ആരും അറിയാതെ പാതിരാത്രിക്ക് ഇറങ്ങി സിനിമയിൽ അഭിനയിക്കാൻ പോയിരിക്കുന്നു. അപ്പൊ അവൾ ഇതുവരെ കാണിച്ചതൊക്കെ കള്ളമായിരുന്നോ പത്മിനി? തെറ്റ് പറ്റിയോ നിനക്കും? എനിക്കറിയില്ല, എല്ലാവരും എന്താ ഇങ്ങനെ ചതി ചെയ്യുന്നത്? എന്തായാലും ദേവനാരായണൻ തിരുമേനിയെ അറിയിക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തത് നന്നായി. അല്ലെങ്കിൽ ഒരു പക്ഷേ
രാധികയെ നിയന്ത്രിക്കാൻ വല്ലാതെ പാടുപെട്ടു. അയാൾക്കിത് ആരോടും പറയാതിരിക്കാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല മുത്തശ്ശി. അച്ഛന്റെ കാര്യമായതുകൊണ്ട് അവൾ ഇത് മനസ്സിൽ അടക്കി വെക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് രാധിക മോൾക്ക് അവളുടെ അച്ഛനെ. എങ്ങനെയൊക്കെ മൂടി വെച്ചാലും കുറച്ചുനാള് കഴിയുമ്പോ എല്ലാവരും ഇതൊക്കെ അറിയില്ലേ? അപ്പോ ആ, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ആലോചിച്ചിട്ട് കാര്യമില്ല. കുറച്ചുനാൾ കഴിയുമ്പോ ഈ പ്രിയങ്കയുടെ അച്ഛൻ ഈ അവസ്ഥയിൽ നിന്ന് റിക്കവർ ചെയ്യുമല്ലോ. ആ സമയം നോക്കി ഇത് നമുക്ക് അവതരിപ്പിക്കാം. എന്നാലും രാത്രി ഇവിടെ ഉറങ്ങിക്കിടന്ന അവക്ക് എങ്ങനെ അത്രയും ദൂരത്ത് എന്ന് അതാലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല മുത്തശ്ശി. ശോ, കുഴപ്പം പിടിച്ചവളായിരുന്നു. പക്ഷേ ഇങ്ങനൊരു മരണം ആർക്ക് വന്നാലും വേദനയില്ലേ? ആ ദേ, ഇവിടെ ഇപ്പൊ എനിക്കും ഏട്ടനും ചെറിയച്ഛനും മുത്തശ്ശിയും മാത്രമേ ഇതറിയൂ. അവരാരോടും ഇത് പറയില്ല. ഞാൻ ആരോട് പറയാനാ? ഒരു കൊടുങ്കാറ്റ് പോലെ ആയിരുന്നു അവളുടെ കണിമംഗലത്തേക്കുള്ള വരവ്. ദിവസേന ദിവസേന നാശങ്ങൾ ഉണ്ടാക്കി അവസാനം അങ്ങനൊരു പോക്കുപോയി. ഇങ്ങനൊരു അവസാനം ഞാനും ആഗ്രഹിച്ചിരുന്നില്ല മുത്തശ്ശി. അയാൾ എന്നെ വിട്ട് വേറൊരു ജീവിതം തെരഞ്ഞെടുത്താൽ മതിയായിരുന്നു. സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് അതിനുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുത്തു. എന്നിട്ടും ഒരു വാശി പോലെ എന്റെ പിന്നാലെ. ആ പോട്ടെ, നമ്മൾ തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് ദൈവത്തിന്റെ ഒരു വിധിയുണ്ടല്ലോ. ആ കൂട്ടത്തിലാണെന്ന് കരുതിയാ മതി. ആ, മുത്തശ്ശി രാവിലെ ഒന്ന് രാധിക വിളിക്കണം കേട്ടോ. അയാൾക്ക് ഒരു ധൈര്യം കൊടുക്കണം. ഭാവം വല്ലാതെ കരയുന്നുണ്ടാവും. ഞാൻ വിളിച്ചോളാം. ചന്ദ്രേട്ടാ, കാര്യങ്ങളൊക്കെ ഏതാണ്ട് നമ്മൾ വിചാരിച്ച രീതി തന്നെ അവസാനിച്ചു. പക്ഷേ എന്റെ ഉള്ളിൽ കിടുങ്ങുക. ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാ കത്തിക്കരിഞ്ഞ് അവസാനിച്ചത്. അവളെന്താ പ്രേതമായിട്ട് വന്ന് അമ്മയെ പേടിപ്പിക്കാൻ നോക്കൂ? ഒന്നും മിണ്ടാതിരുന്നേ അമ്മേ. പ്രേതവും ഭൂതവും ഒന്നും അല്ല. നിങ്ങൾ രണ്ടുപേരുമായി ഇത് ചെയ്തതെന്ന് എന്തെങ്കിലും തെളിവുകൾ അവർക്ക് കിട്ടിയാലോ? അതാലോചിക്കുമ്പോഴാ. തെളിവുകളെല്ലാം ഭദ്രമല്ലേ? പ്രിയങ്കയെ പച്ചയ്ക്ക് കത്തിച്ചു കളയുമെന്ന് പറഞ്ഞത് വരുണാണ്. അതും അവന്റെ അച്ഛനോടും അമ്മയോടും.